ഹലോ ഗായ്സ്, ഇന്ന് 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 നമ്മുടെ ചാനലിലെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നല്ല 2 ദിവസം മുന്നേ ഇവിടെ ബാൻബറിയിൽ സ്നോ പെയ്തു. സ്നോ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് വലിയ സ്നോ ഒന്നും പെയ്തിട്ടില്ല, എന്നാലും ചെറിയ രീതിയിലൊരു സ്നോ പെയ്തു. അപ്പൊ ആ സ്നോക്കോടെയുള്ള ഒരു ഫോട്ടോ വോക്ക്, സ്നോ പെയ്യുമ്പോൾ ഉള്ള ഫോട്ടോസ് ഒരു എൻ്റെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഫോട്ടോ വോക്കാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. മഞ്ഞ് പെയ്തന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ജോലിയായിരുന്നു. ഇന്നലെയും കുറച്ച് ബിസി ആയിട്ടുള്ള പരിപാടികളുണ്ടായി വേറെ. അപ്പൊ ഇന്ന് ഇപ്പൊ ഉള്ളത് കറന്റ് സ്നോഫോൾ ഇല്ല. മിനിഞ്ഞാന്ന് പെയ്ത സ്നോന്റെ ബാക്കി ഇവിടെ കിടക്കുന്നുണ്ട്, ഇതുവരെ അത് മെൽറ്റ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഫോട്ടോ വോക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ഹോൾഡ് ടൈറ്റ് വിത്ത് മീ, നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മള് സ്ലോ ആയിട്ട് അങ്ങനെ നടക്കാണ്. അപ്പൊ എല്ലാ ഭാഗത്തും അധികം സ്നോയൊന്നും ഇല്ല. ഈ പെയ്തതിന്റെ ബാക്കി കുറച്ച് കിടക്കണ ഒരു സ്നോ മാത്രമല്ലോ. സ്റ്റിൽ ഇത് വെച്ചിട്ടായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല കോമ്പോസിഷൻസും ഡിഫറെന്റ് പെർസ്പെക്റ്റീവും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അത് വെച്ചിട്ട് ഒരു വോക്ക് നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പുല്ലിലത്തെ സ്നോയൊന്നും അധികം അങ്ങനെ മെൽറ്റ് ആയിട്ടില്ല. ആ ഒരാള് നടക്കണത്, പുള്ളീൻ്റെ കൂടെ ഒരു പട്ടി പോണത് കാണാം. പുള്ളീനെ വെച്ചിട്ടൊരു കോമ്പോസിഷൻ ചെയ്യാന്നാണ് വിചാരിച്ചത്, പക്ഷെ പുള്ളി പെട്ടെന്ന് ഫ്രെയിമിൽ നിന്ന് ഔട്ടായി പോയി. അപ്പൊ ഇനിയിപ്പോൾ ആ കോമ്പോസിഷൻ നമുക്ക് കിട്ടില്ല, പുള്ളി കടന്നുപോയി. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു മരം അവിടെ നിൽക്കണത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആ മരം മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു ഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി നോക്കാം. അത് നന്നാവോ ഇല്ല എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല. സ്റ്റിൽ ഞാനൊരു ട്രൈ നടത്താം. ആ മരമാണ് ഞാൻ പറഞ്ഞ മരം. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടത് ഈ ഒരു ഇതുമ്മ നമുക്ക് സ്നോന്റെ ഒരു ഡ്രോപ്ലെറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഇത് ഫോക്കസ് ആവണില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്കൊരു കോമ്പോസിഷൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് നമുക്ക് സൺലൈറ്റ് ഉണ്ട്, അപ്പോൾ അതൊരു ബാക്ക് ലൈറ്റ് പോലെ വെച്ചിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് നീങ്ങിയപ്പോൾ ഇവിടുത്തെ സ്നോയൊക്കെ ഒരുവിധമല്ല എല്ലാം മെൽറ്റായി പോയിട്ടുണ്ട്. കാരണം ഇവിടെ വെയില് ഡയറക്റ്റ് വീഴുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നോയൊക്കെ ഇവിടുത്തെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് സാധാരണ ഒരു ഫോട്ടോ ഒക്കെ ആവും എന്നാണ് എനിക്ക് തോന്നണേ. ഇനി ഇതിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം സ്നോ ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിൽ കാണാം, കുറേശ്ശെ നിങ്ങൾക്ക് സ്നോയും കാര്യങ്ങളും കാണാം. അവിടെ വെയിലില്ലാത്തടത്ത് നിങ്ങൾക്ക് സ്നോ കാണാം, പക്ഷെ ഇവിടെയുള്ള സ്നോയൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉപ്പ് വെതറും ഈ സ്നോ മെൽറ്റ് ആവാനില്ല. അപ്പൊ ഇവിടെ ഈ കാണുന്ന റോഡിൽ വെതറിയിട്ട് ഉണ്ടോന്നുള്ളത്, ഇവിടെ ഇത് പാർക്കായതുകൊണ്ട് വെതറാൻ ചാൻസ് കുറവാണ്. നമുക്ക് ഇനി അപ്പുറത്തെ സൈഡിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം, അവിടെ ഇനി എന്തെങ്കിലും സ്നോയിന്റെ ബാക്കി ഉണ്ടോ എന്നുള്ളത്. ഇത് സ്നോ പെയ്തന്ന് എടുക്കേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് സ്നോ പെയ്തന്ന് ഒരു തിരക്കും കാര്യങ്ങളായിട്ട് അത് വിട്ടുപോയി. അന്നേ ചെയ്യണമായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ സ്നോ പെയ്യോന്ന് അറിയില്ല. ഞങ്ങള് താമസിക്കുന്ന ഈ ബാൻബറി എന്ന് പറഞ്ഞ പ്ലേസില് അങ്ങനെ എപ്പോഴും സ്നോ എന്നുള്ള ഒരു സ്ഥലമൊന്നുമല്ല. ഞാൻ ശരിക്കും ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അന്ന് ഞാൻ സ്നോ പെയ്ത് ചെക്ക് ചെയ്യാഞ്ഞതും നോക്കാത്തതിനും പേരില്. നമുക്ക് സ്റ്റിൽ നമുക്കൊന്ന് നടന്നു നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഈ കനാലിന്റെ ഭാഗത്തേക്ക് കടന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. നിങ്ങക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, വെള്ളം ശരിക്കും ഇതായിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു ഐസ് പാളി രൂപപ്പെട്ടിട്ടുണ്ട്. ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വിചാരിക്കുന്നത്. കാരണം വെള്ളത്തില് അലകളൊന്നും നിങ്ങൾക്ക് കാണാനില്ല, കാരണം ഒരു സ്റ്റില്ലായിട്ടാണ് വെള്ളം നിൽക്കുന്നത് കണ്ട. അപ്പൊ ഇത് മോൾ ഭാഗം മാത്രം പാളിയായിട്ടാണ് നിൽക്കണത് കണ്ട. വെള്ളം സ്റ്റില്ലായിട്ടാണ് നിൽക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ കുറച്ച് സ്ഥലത്ത് നിങ്ങൾക്ക് മഞ്ഞിന്റെ അവശിഷ്ടങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഹോപ്പ്ഫുള്ളി അപ്പുറത്തെ സൈഡിൽ കുറച്ച് മഞ്ഞുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണേ. നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോ ഇവിടെ അധികം വെയിലടിക്കാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള്
വൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അവിടുത്തെ ഒരു തൈ സ്നോ പോലും മെൽറ്റ് ആയിട്ടില്ല. ഇത് ഫുള്ള് ഗ്രീൻ കളറായിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ ഇപ്പൊ സ്നോ പെയ്തിട്ട് വെളുത്തിട്ടാണ് കിടക്കുന്നത്. ഇവിടെ അധികം സൺലൈറ്റ് അടിക്കാത്തോണ്ടാന്ന് തോന്നുന്നു ഇവിടുത്തെ സ്നോ ഒന്നും മെൽറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് കാണാം. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നടന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഇതിൽ കൂടെ അങ്ങോട്ട് നടന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മഞ്ഞിന്റെ ഫുൾ ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് മഞ്ഞിന്റെ ടെക്സ്ചർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചറിലാണ് ഇവിടെ മഞ്ഞ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു. ശരിക്കും അതിൻ്റെ ഒരു ഷേപ്പ് നമ്മള് മറ്റേ ഈ ആനിമേഷനിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഷേപ്പായിട്ടാണ് കിടക്കുന്നത് ശരിക്കും. അങ്ങനെ നടന്ന് ഞാനൊരു ചെറിയൊരു കുറച്ച് മരങ്ങൾ തിങ്ങി നിൽക്കണ അതിൻ്റെ ഒരു ഉള്ളിലേക്ക് കയറിയപ്പോ ഇവിടെ ഇങ്ങനെ കുറച്ച് ഈ മുറിച്ചിട്ടിരിക്കണ മരത്തുമ്മ സ്നോ എടുക്കണ ഒരു സംഭവം കണ്ടു. അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കോമ്പോസിഷൻ കിട്ടുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫോക്കസ് എത്രത്തോളം കിട്ടുന്നുള്ളത് അറിയില്ല. നമുക്ക് എടുത്തു നോക്കാം. അങ്ങനെ നടന്ന് കുറെ മഞ്ഞിന്റെ അതുകൂടെ നടന്ന് എന്റെ കാല് മരവിച്ചു. അതുപോലെ തന്നെ എന്റെ ഒരു കൈയും മരവിച്ചു. ഒരു കൈ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല, കാരണം ഫോൺ യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടില്ല. എന്റെ ആ കൈയും മരവിച്ചു തുടങ്ങി. എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. ചിലപ്പോൾ എൻ്റെ ഓഡിയോ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും. എൻ്റെ മൈക്ക് ഓഫായി പോയി. അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോ വാക്കിന് വരുമ്പോൾ ഈ പാലം കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ പാലത്തുമ്മ അധികം വെയിലടിക്കാത്തതുകൊണ്ടാവണം ഇത് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഈ മഞ്ഞ് വീണിട്ടുള്ള ഒരു പാലത്തിൻ്റെ ഫോട്ടോ ഇല്ല. അപ്പോൾ നമുക്കതൊന്ന് എടുത്ത് നോക്കാം. ഫുള്ള് നമുക്ക് കാണാം ഇവിടെ മഞ്ഞ് വെച്ചിട്ടാണ് കിടക്കണം. ഇത് വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. അധികം മഞ്ഞുണ്ട്. നമുക്ക് ആ ബെഞ്ചും ഈ മഞ്ഞും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു പിക്ചർ എടുത്ത് നോക്കാം. ചിലപ്പോൾ നന്നായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്.
വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.